അള്ളാഹുവിൻ്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്ര പറഞ്ഞാലും, എത്ര കേട്ടാലും, എത്ര എഴുതിയാലും നമുക്ക് മതിവരാത്തതും പറഞ്ഞു കേട്ട് എഴുതിത്തീരാത്തതുമായ ഈ പ്രപഞ്ചത്തിലെ മഹാത്ഭുതമാണ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുമായി ബന്ധപ്പെട്ട എല്ലാം അത്ഭുതമാണ്. റസൂലിന്റെ ജനനം മുതൽ റസൂലിന്റെ ജീവിതം അത് അത്ഭുതമാണ്. റസൂലിന്റെ വാക്കുകൾ മഹാത്ഭുതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമായ മേനി പോലും അത്ഭുതമാണ്. റസൂൽ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള ചില പ്രവചനങ്ങളുണ്ട്. പുലർന്നതും പുലർന്നുകൊണ്ടിരിക്കുന്നതും ഇനി പുലരാനുള്ളതുമായ ചില അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയിട്ടുള്ള ചില പ്രവചനങ്ങൾ, ആ പ്രവചനങ്ങൾ തന്നെ മഹാവിസ്മയമായി നമ്മുടെ മുന്നിൽ അള്ളാഹുവിന്റെ ഹബീബിനെ ഉയർത്തി കാണിക്കുന്നതാണ്. ലോകത്തിന്റെ മുന്നിൽ റസൂല് വഫാത്താകുന്നതിന് തൊട്ടു മുമ്പ് പുന്നാര മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ അടുത്ത് പിടിച്ചിട്ട് ഫാത്തിമ ബീവിയോട് പറഞ്ഞതാണ്, വഇന്നകി അവ്വലു അഹ്ലി ബൈത്തി ലിഹാഖൻ ബി, എന്റെ കുടുംബത്തിൽ നിന്ന്, അഹ്ലുബൈത്തിൽ നിന്ന് ആദ്യമായി എന്റെ അടുക്കലേക്ക് വന്നു ചേരുന്നത് ഫാത്തിമ നീയായിരിക്കും. എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്റെ അടുക്കലേക്ക് ഫാത്തിമ നീയായിരിക്കും വന്നു ചേരുന്നത്. റസൂല് വഫാത്തായി 6 മാസം കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വഫാത്തായിട്ടുണ്ട്. ആ 6 മാസത്തിനിടക്ക് റസൂലിന്റെ കുടുംബത്തിൽ നിന്ന് മറ്റാരും വഫാത്തായിട്ടില്ല. ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ബർസഖി ലോകത്തേക്ക് വന്നു ചേർന്നത് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയാണ്. റളിയല്ലാഹു തആല അൻഹും അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹും അവർ രണ്ടുപേരും ശത്രുക്കളുടെ കരങ്ങൾ കൊണ്ട് മരണപ്പെടുന്ന, കൊല ചെയ്യപ്പെടുന്ന ഷഹീദുകളാണ് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനാണ്. രണ്ടുപേരും മരിക്കുന്നത്, വഫാത്താകുന്നത് ശത്രുക്കളുടെ കരങ്ങളെ കൊണ്ടാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതകാലത്ത് നടത്തിയ പ്രവചനാണ്. ഹിജ്റ 22-ന് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മദീന പള്ളിയിലേക്ക് സുബഹ് നിസ്കാരത്തിനു വേണ്ടി കടന്നു വരുന്ന സമയത്ത് പേർഷ്യക്കാരനായ അബൂ ലുഅ്ലുഅത്ത് എന്ന പേരുള്ള ശത്രുവായ മനുഷ്യൻ മദീന പള്ളിയുടെ ഉള്ളിൽ വച്ച് ബഹുമാനപ്പെട്ട ഉമർ തങ്ങളെ കഠാര കൊണ്ട് കുത്തുകയും കുടൽമാലകൾ വെളിയിൽ വന്ന് കുറച്ചു ദിവസം രോഗശയ്യയിൽ, മരണശയ്യയിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു കഴിഞ്ഞുകൂടുകയും അവസാനം ആ സംഭവത്തെ തുടർന്ന് ഈ ലോകത്തു നിന്ന് വഫാത്താകുകയും ചെയ്തിട്ടുണ്ട്. ഹിജ്റ 22-നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ തങ്ങള് ഷഹീദാകും എന്ന് പ്രവചിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഹിജ്റ 34-ന് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിന്റെ അവസാന സമയത്ത്
ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിന്റെ അവസാന സമയത്ത് അദ്ദേഹത്തിന്റെ ഖിലാഫത്തിനെതിരെ കലാപം നടത്തിയ കലാപകാരികളുടെ കരങ്ങളിലൂടെ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദായിട്ടുണ്ട്. ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വാളുകൊണ്ട് വെട്ടി തങ്ങളുടെ രക്തമാ പരിശുദ്ധമായ മുസ്ഹഫിലേക്ക് തെറിച്ചു വീണിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ പ്രവചനാണ്, രണ്ടുപേരും ഷഹീദാകും, രണ്ടുപേരും ശത്രുക്കളുടെ കരങ്ങളിലൂടെ കൊല ചെയ്യപ്പെടും. അള്ളാന്റെ റസൂലിന്റെ പ്രവചനാണ്. ഖന്തക്കില് കിടങ്ങ് താത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാന്റെ റസൂല് ഒരു 3 പ്രവചനം നടത്തിയിട്ടുണ്ട്. ഒന്ന്, മുസ്ലിമീങ്ങൾ സിറിയ കീഴടക്കും, സിറിയ മുസ്ലിമീങ്ങളുടെ കീഴിൽ വരും, പേർഷ്യൻ സാമ്രാജ്യം അതും ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ കരങ്ങളിൽ അമരും, അതുപോലെ യമൻ അതും ഇസ്ലാമിന് കീഴിൽ വരും, മുസ്ലിമീങ്ങളുടെ അധികാരത്തിൽ വരും. ഖന്തക്കില് കിടങ്ങ് താത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സ്വന്തം വയറ്റില് ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാതെ നന്നായിട്ടൊന്ന് നിവർന്നു നിൽക്കാൻ വേണ്ടി 1ഉം 2ഉം കല്ലുകൾ റസൂലും സഹാബത്തും വച്ച് കെട്ടിയിരിക്കുന്ന സമയമാണ്. 2-3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അങ്ങനത്തെ സമയം മദീനയിൽ മുസ്ലിമീങ്ങൾ സുരക്ഷിതരല്ല, ജൂതന്മാരുടെ ചതിപ്രയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. മദീനയുടെ വെളിയിൽ സഖ്യകക്ഷികൾ മദീനയെ ഉപരോധിച്ച സമയമാണ്. ആ സന്ദർഭം ഒന്ന് ഓർക്കണം. മുസ്ലിമീങ്ങളുടെ അവസ്ഥ അതാണ്. ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാതെ വയറ്റത്ത് കല്ല് വച്ച് കെട്ടിയിരിക്കുന്ന സമയത്താണ് സുരക്ഷിതമായി സ്വന്തം നാട്ടിൽ മദീനയിൽ ജീവിക്കാൻ പറ്റാതെ സഖ്യകക്ഷികൾ മദീനയെ ഉപരോധിച്ചിട്ടുള്ള സമയത്താണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, പേർഷ്യയും സിറിയയും എന്ന് പറഞ്ഞാൽ അന്നത്തെ വൻ ശക്തികളാണതല്ല. പേർഷ്യയും സിറിയയും എല്ലാം ഇന്നത്തെ കാലഘട്ടത്തിലെ വൻശക്തികളാണ്. ആ പേർഷ്യയെയും സിറിയയെയും യമനിനെയും ഒക്കെ മുസ്ലിമീങ്ങൾ കീഴടക്കും, എല്ലാം നമ്മുടെ അധികാരത്തിൽ വരും എന്ന്. എങ്ങനെ ആര് വിശ്വസിക്കാൻ? ഏതെങ്കിലും ഒരു സോമാലിയൻ നേതാവ് എന്ന് പറയാൻ അമേരിക്കയും ചൈനയും ഒക്കെ ഞങ്ങൾ കീഴ്പ്പെടുത്തും, അവരൊക്കെ ഞങ്ങളുടെ അധികാരത്തിൽ വരും എന്ന് ഒരു സോമാലിയക്കാരൻ അല്ലെങ്കിൽ ഉഗാണ്ടക്കാരനായ ഒരു നേതാവ് പറഞ്ഞാൽ അത് തമാശയായി ചിരിച്ചു തള്ളുകയല്ലാതെ ലോകത്ത് മറ്റാരെങ്കിലും അതിന് ഗൗരവമായിട്ടെടുക്കും? അങ്ങനത്തെ ഒരു വർത്താനാണ്. ഖന്തക്കില് വയറ്റില് നിവർന്നു നിൽക്കാൻ വിശപ്പ് കാരണം നിവർന്നു നിൽക്കാൻ 2 കല്ല് കെട്ടി വെച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂല് പറയുന്നത് ഇതൊക്കെ നമ്മുടെ കീഴിൽ വരും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം വന്നു എന്നാണ്. റസൂലിന്റെ കാലഘട്ടത്തിൽ തന്നെ യമൻ മുസ്ലിമീങ്ങളുടെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ തന്നെ റസൂൽ ഈ പ്രവചനങ്ങളെല്ലാം നടത്തുന്നത് AD 627 ഖന്തക്ക് നടന്നതെന്നാണ്. AD 627 റസൂലിന്റെ കാലഘട്ടത്തിൽ തന്നെ യമൻ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ വന്നിട്ടുണ്ട്. AD 636 ഏകദേശം 9 വർഷം കഴിഞ്ഞപ്പോ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ യർമൂക്ക് യുദ്ധത്തിൽ വെച്ച് മുസ്ലിമീങ്ങൾ അന്നത്തെ വൻ ശക്തികളിൽപ്പെട്ട സിറിയൻ സൈന്യത്തെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. റസൂലിന്റെ വഫാത്തിന് ശേഷം 9 വർഷം 9 വർഷം കഴിഞ്ഞ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ നടന്ന യുദ്ധം, യർമൂക്ക് യുദ്ധത്തിൽ വച്ച് സിറിയൻ സൈന്യത്തെ മുസ്ലിമീങ്ങൾ പരാജയപ്പെടുത്തി സിറിയ മുസ്ലിമീങ്ങളുടെ അധികാരത്തിന്റെ കീഴിലേക്ക് വന്നിട്ടുണ്ട്.
പേർഷ്യൻ സാമ്രാജ്യം അങ്ങനെ തന്നെ ഇന്നത്തെ ഏറ്റവും വലിയ വൻശക്തി പേർഷ്യൻ സാമ്രാജ്യം. AD 633 ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ തന്നെ പേർഷ്യയുടെ ഭാഗമായ മെസൊപ്പൊട്ടേമിയ മുസ്ലിമീങ്ങളുടെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. പേർഷ്യയുടെ ഭാഗമാണ് മെസൊപ്പൊട്ടേമിയ. AD 633 ഇസ്ലാമിന്റെ കീഴിൽ വന്നിട്ടുണ്ട്. 3 വർഷം കഴിഞ്ഞ് 636 ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ നടന്ന ഖാദിസിയ യുദ്ധത്തിൽ വച്ച് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭൂരിഭാഗവും ഇസ്ലാമിന് കീഴിൽ വന്നിട്ടുണ്ട്. 3 വർഷം കൂടി കഴിഞ്ഞപ്പോ AD 651 ആയപ്പോൾ പേർഷ്യൻ സാമ്രാജ്യം മുഴുവനും ഇസ്ലാമിന്റെ കീഴിൽ അധികാരത്തിൽ വന്നു എന്നാണ്. അള്ളാന്റെ റസൂൽ അത് പറഞ്ഞ സന്ദർഭമാണ് നമ്മൾ ഓർക്കേണ്ടത്. നിവർന്നു നിൽക്കാൻ, വിശപ്പ് കാരണം നിവർന്നു നിൽക്കാൻ പറ്റാത്ത ആ വയറ്റിൽ കല്ല് കെട്ടി വച്ചോണ്ട് നിന്ന് ഒരു നേതാവ് പറയാൻ ഇതെല്ലാം നമ്മുടെ കീഴിൽ വരും. ആര് വിശ്വസിക്കാൻ? പക്ഷെ എല്ലാം സത്യമായിട്ട് പുലർന്നു എന്നാണ്. എല്ലാം സത്യമായിട്ട് പുലർന്നു. ഹിജ്റയുടെ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിനെയും അബൂബക്കർ തങ്ങളെയും അന്വേഷിച്ച് പിടികൂടാൻ വേണ്ടി വന്ന സുറാഖത്ത് ബിൻ മാലിക് എന്ന മനുഷ്യൻ ഖുറൈശികളുടെ വലിയ ഇനാം പ്രതീക്ഷിച്ചുകൊണ്ട് റസൂലിനെ പിടികൂടാൻ വന്ന മനുഷ്യനാണ്. പക്ഷേ പിന്നീട് പശ്ചാത്തപിച്ചു മടങ്ങിയ സുറാഖത്ത് ബിൻ മാലിക്കിനോട് മടങ്ങുന്ന സമയത്ത് ഹിജ്റയുടെ വേളയിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സുറാഖ, പേർഷ്യൻ ചക്രവർത്തിയായ കിസ്റയുടെ അധികാരത്തിന്റെ അടയാളമാകുന്ന വളകൾ നിന്റെ കയ്യിൽ ധരിപ്പിക്കപ്പെടുന്ന ഒരു കാലം വരാനുണ്ട് സുറാഖ. പേർഷ്യൻ രാജാവാകുന്ന കിസ്റയുടെ അയാളുടെ ആ വലിയ സാമ്രാജ്യത്വത്തിന്റെ അധികാരത്തിന്റെ അടയാളമാകുന്ന വളകൾ നിന്റെ കയ്യിൽ ധരിപ്പിക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് സുറാഖ. സുറാഖ വാവിളിച്ചു പോയി. അതെങ്ങനെ സംഭവിക്കാനാണ്? വെറും സാധാരണക്കാരനായി എന്റെ കയ്യിൽ പേർഷ്യൻ ചക്രവർത്തിയുടെ വള അത് ധരിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, ഖാദിസിയ യുദ്ധത്തിൽ വച്ച് പേർഷ്യക്കാര് പരാജയപ്പെട്ടപ്പോ കിസ്റ ചക്രവർത്തിയുടെ ആഭരണങ്ങളും വസ്ത്രങ്ങളുമെല്ലാം മദീനയിലേക്ക് കൊണ്ടുവരപ്പെട്ടു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടമാണ്. എല്ലാം മദീനയിലേക്ക് കൊണ്ടുവന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു വരുത്തി. റസൂലിന്റെ പ്രവചനം അറിയാവുന്ന ഉമർ തങ്ങള് സുറാഖത്തിനെ വിളിച്ചു വരുത്തിയിട്ട് കിസ്റ ചക്രവർത്തിയുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും സുറാഖത്തിനെ ധരിപ്പിച്ചു. ഒപ്പം റസൂല് പ്രവചിച്ച കിസ്റ ചക്രവർത്തിയുടെ വളകളും സുറാഖത്തിന്റെ കൈകളിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ധരിപ്പിച്ചു കൊടുത്തു. അന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞ നിന്റെ കയ്യിൽ കിസ്റയുടെ അധികാരത്തിന്റെ സിംബിളാകുന്ന ആ വളകൾ ധരിപ്പിക്കപ്പെടുന്ന ഒരു കാലം ഘട്ടം വരാനുണ്ട് സുറാഖ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി. എല്ലാം അതുപോലെ തന്നെ പുലർന്നിട്ടുണ്ടെന്നാണ്. ഒരിക്കൽ ഉമ്മു ഹറം ബീവിയോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മുസ്ലിമീങ്ങൾ കടൽ മാർഗം കടലിലൂടെ സഞ്ചരിച്ച് യുദ്ധം ചെയ്യുന്ന ഒരു കാലം വരും. റസൂലിന്റെ കാലഘട്ടത്തിൽ കടലിലൂടെ സഞ്ചരിച്ച് യുദ്ധം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. കടലിലൂടെ യാത്ര ചെയ്തൊരു യുദ്ധം അതില്ല. റസൂല് പറയാൻ ഉമ്മു ഹറം ബീവിയോടാണ്. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയാണ്. അവരോട് ഒരിക്കൽ പറയാൻ, മുസ്ലിമീങ്ങൾ കടൽ മാർഗം സഞ്ചരിച്ച് യുദ്ധം ചെയ്യുന്ന ഒരു കാലം വരാനുണ്ട്. ഇവർ അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, ഞാൻ ആ കൂട്ടത്തിൽ ഉണ്ടാകുമോ റസൂലേ? ഞാൻ ആ കൂട്ടത്തിൽ ഉണ്ടാകുമോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, അൻതി ഫീഹിം, ആ കൂട്ടത്തിൽ നീ ഉണ്ടാകും ഉമ്മു ഹറാം.
ആ കൂട്ടത്തിൽ നീ ഉണ്ടാകും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ കാലഘട്ടത്തിന് ശേഷം മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ഹിജ്റ 651 സൈപ്രസിനെതിരെ മുസ്ലിമീങ്ങൾ കടലിലൂടെ സഞ്ചരിച്ച് യുദ്ധം ചെയ്ത് വിജയിച്ചിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ആ സംഘത്തിൽ ഉമ്മു ഹറം ബീവി ഉണ്ടായിരുന്നു. ആ യുദ്ധത്തിൽ റസൂൽ അന്ന് പ്രവചിച്ച ഞാൻ ഉണ്ടാകൂ റസൂലെ, നീ ഉണ്ടാകും, അന്തി ഫീഹിം, നീ ആ കൂട്ടത്തിൽ ഉണ്ടാകും എന്ന് ബഹുമാനപ്പെട്ട റസൂല് പറഞ്ഞ ഉമ്മു ഹറം ബീവി ഉണ്ടായിരുന്നു എന്നാണ്. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ. ചില യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും മറ്റുമായി സ്ത്രീകളെ കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ യുദ്ധത്തിൽ കടലിലൂടെ സഞ്ചരിച്ചുള്ള ആ യുദ്ധത്തിൽ ഉമ്മു ഹറം ബീവിയും പങ്കെടുത്തിട്ടുണ്ട്. ആ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടക്ക് വാഹനത്തിൽ നിന്ന് വീണ് ബഹുമാനപ്പെട്ട ഉമ്മു ഹറം ബീവി വഫാത്തായി പോയി എന്നൊക്കെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവചനങ്ങൾ, ആ പ്രവചനങ്ങൾ സത്യമായി പുലർന്നത് കാണുമ്പോൾ മഹാവിസ്മയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1500 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂല് നടത്തിയ പ്രവചനങ്ങൾ പലതും ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ സത്യമായി പുലരുന്നത് നേരിട്ട് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരിട്ട് പുലരുന്നത് അത് നേരിട്ട് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. പെട്ടെന്നുള്ള മരണങ്ങൾ, നനച്ചിരിക്കാത്ത മരണങ്ങൾ, വിചാരിക്കാത്ത സമയത്ത് മരണങ്ങൾ വരിക. എന്തൊരു മരണം! ഇന്നമിൻ അമാറാത്തിസ് സാഅ, ലോകം അവസാനിക്കുന്നതിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അയ്യദ്ഹറ മൗത്തുൽ ഫുജ്അ, പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കുക. അത് ഖിയാമത്ത് നാളിന്റെ, ലോകാവസാനത്തിന്റെ അടയാളാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടം വരും. അങ്ങനത്തെ ഒരു കാലഘട്ടം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് പഴയ കാലത്തൊക്കെ പ്രായമായവരാണ് കൂടുതലും മരിക്കുന്നത്. ഇന്ന് പ്രായമായവർ മരിക്കണില്ല. മരണവാർത്തകൾ ഭൂരിഭാഗവും ആക്സിഡന്റും അല്ലാതെയും ഒക്കെയായി നമ്മൾ കേൾക്കുന്നത് ചെറുപ്പക്കാരെ പറ്റിയാണ്. 50 വയസ്സിന് മുമ്പുള്ള ആളുകളെ പറ്റിയാണ്. ചെറുപ്പക്കാരനായ വിവാഹം കഴിക്കാത്ത മൗലവിയായ എൻ്റെ ഒരു സുഹൃത്ത് രാത്രി വീട്ടിൽ കിടന്നുറങ്ങിയതാണ്. രാവിലെ എഴുന്നേറ്റില്ല, മൗത്തായി പോയി. സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. കല്യാണം പോലും കഴിച്ചിട്ടില്ല. വെറും സാധുവായ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ മൗലവിയായ, ഒരു കോളേജിലെ പ്രൊഫസറായ മൗലവിയായ എൻ്റെ സുഹൃത്താണ്. രാത്രി കിടന്നുറങ്ങിയതാണ്. ഒരു യാത്ര കഴിഞ്ഞ് താമസിച്ച് വീട്ടിൽ മടങ്ങി വന്നിട്ട് രാത്രി കിടന്നുറങ്ങിയതാണ്. രാവിലെ എഴുന്നേക്കുന്നില്ല, മരണപ്പെട്ടു പോയി, മൗത്തായി പോയി. സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. വർഷങ്ങളോളം വിദേശത്ത് കഴിഞ്ഞ ചെറുപ്പക്കാരൻ, 48 വയസ്സുള്ള പുഞ്ചിരി സത്താർ എന്ന് കൂട്ടുകാര് വിളിക്കുന്ന, എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ, മകൾക്ക് വിവാഹം ശരിയായതിനെ തുടർന്ന് വിവാഹത്തിന്റെ ഒരുക്കങ്ങൾക്കും മറ്റുമായി വീട്ടിലേക്ക് വന്നു. നെടുമ്പാശ്ശേരിയിൽ വന്ന് വിമാനമിറങ്ങി. നമ്മളൊക്കെ അറിഞ്ഞതാണ്. നെടുമ്പാശ്ശേരിയിൽ വന്ന് വിമാനമിറങ്ങി. ഉപ്പയെ സ്വീകരിക്കാൻ വേണ്ടി കുടുംബം മുഴുവനും നെടുമ്പാശ്ശേരിയിൽ വന്നു. തിരിച്ചു പോകുന്ന സമയത്ത് ആലപ്പുഴയിൽ വച്ച് നടന്ന ആക്സിഡന്റിൽ ആ പ്രിയപ്പെട്ട പിതാവും 1 മാസം കഴിയുമ്പോ മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങിയിരിക്കേണ്ട ആ പൊന്നുമോളും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞുപോയി. ആലപ്പുഴയിൽ വെച്ച്. എന്ത് മരണം! അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നമ്മെ അള്ളാഹു കാക്കട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാവൽ തേടാൻ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം വാർത്തകൾ സർവ്വസാധാരണമാണ്. അതേ കേൾക്കാനുള്ളൂ. പ്രായമായവര് മരിച്ചു എന്നുള്ളത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാറുകയാണ്.
റസൂല് പറയാണ് അയ്യൽഹറ മൗത്തുൽ ഫുജ്അ, പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടം ഇന്ന് നമ്മൾ അനുഭവിക്കാൻ ഒരു കാലഘട്ടം വരാനുണ്ട്. പലിശ തിന്നാത്ത, പലിശയുമായി ബന്ധപ്പെടാത്ത ഒരു മനുഷ്യരും ഉണ്ടാകില്ല. നേരിട്ട് പലിശ ഭക്ഷിക്കുന്നില്ലെങ്കിലും അതിന്റെ ചെറിയ ഒരു പൊടിയെങ്കിലും എത്തിച്ചേരും. ആളുകൾക്ക് പലിശയിൽ നിന്ന് 100% വിട്ടുമാറി നിൽക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം അത് വരും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഒരു വാഹനം എടുത്തിട്ട് ഇൻഷുറൻസ് ആയിട്ട് ബന്ധപ്പെട്ട അത് പലിശയുമായിട്ട് ബന്ധപ്പെട്ടതാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇൻഷുറൻസ് അടയ്ക്കൂല, നമുക്ക് പറയാൻ പറ്റുമോ? ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ അകത്ത് പലിശ വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇൻഷുറൻസ് അടയ്ക്കൂല, പറയാൻ പറ്റൂല. എത്ര മാറി നിൽക്കാന്ന് വച്ചാൽ പോലും അതുമായി ബന്ധപ്പെട്ടു പോകുന്ന ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി പോലും മാറിപ്പോകുന്ന ഒരു കാലഘട്ടം വരുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ആളുകൾ കള്ള് കുടിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം വരും. മറ്റ് പേരുകളായിരിക്കും അതിന് പറയുന്നത്. കള്ളെന്നോ ബ്രാൻഡിന്നോ ഒന്നും ആയിരിക്കില്ല അതിന് പറയുന്നത്, വേറെ പേരായിരിക്കും അതിന് പറയുന്നത്. വീട്ടിലേക്ക് കയറി വരുന്ന മകൻ എന്ത് സാധനം അടിച്ചിട്ടാ വരുന്നത് എന്ന് വാപ്പാക്കും ഉമ്മാക്കും ഉറപ്പിക്കാൻ പറ്റാത്ത കാലഘട്ടമാണ്. കാരണം ഒരു വാസനയില്ല. സാധാരണ കള്ളു കുടിച്ച് ബോധം നഷ്ടപ്പെട്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും ഇല്ല. അവന്റെ റൂമിലേക്ക് കയറി വാതിലടച്ചാൽ അവൻ ലഹരിയുടെ മായാലോകത്തേക്ക്, സ്വർഗീയ ലോകത്തേക്ക് അവൻ സഞ്ചരിക്കുകയായിരിക്കും. ആർക്കും ഒരു പിടുത്തം കിട്ടൂല. MDMA എന്നോ അല്ലെങ്കിൽ മറ്റു പേരുകൾ. അല്ലാണ്ട് റസൂല് പറയാൻ നേരിട്ട് കള്ള് എന്ന് പറയാതെ, അല്ലെങ്കിൽ അങ്ങനെ ഹംറ്, കള്ള് എന്ന് പറയാതെ മറ്റ് പേരുകൾ വെച്ച് ജനങ്ങൾ ലഹരി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യഭിചാരം സർവ്വസാധാരണയാകും. കഴുതകളെപ്പോലെ പൊതുനിരത്തുകളിൽ കിടന്ന ആളുകൾ സെക്സ് നടത്തുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. അല്ലാണ്ട് റസൂല് ചിലവർ പറയും അങ്ങോട്ട് മാറിക്കിടക്ക് എന്ന് പറയുന്ന അല്ലാണ്ട് റസൂലിന്റെ ഹദീസൻ ഒന്ന് കിടന്നെന്തെങ്കിലും കാട്ടിക്കൂടെ എന്ന ആളുകൾ ചോദിക്കുന്ന, അങ്ങനെ പൊതുനിരത്തുകളിൽ ഒരു ലജ്ജയുമില്ലാതെ ആളുകൾ സെക്സിൽ ഏർപ്പെടുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി. അതാണ്ട് അതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പല നാടുകളിലും അതൊന്നൊരു ഇഷ്യൂ അല്ല. ലൈംഗിക വൈകൃതങ്ങളുടെ പേരിൽ കേൾവിയില്ലാത്ത രോഗങ്ങൾ ജനങ്ങൾക്ക് പിടിപെടുന്ന ഒരു കാലഘട്ടം വരും. മരുന്ന് പോലും കണ്ടുപിടിക്കാത്ത ആളുകൾ, കേൾവിയില്ലാത്ത രോഗങ്ങൾ ലൈംഗിക വൈകൃതങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. അള്ളാന്റെ റസൂലിന്റെ പ്രവചനമാണ്. ആണിനെ കൊണ്ടും പുരുഷനിൽ നിന്ന്, സ്ത്രീയിൽ നിന്ന് ലൈംഗിക സംതൃപ്തി കണ്ടെത്തുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. അള്ളാന്റെ റസൂൽ പറഞ്ഞ ആണിൽ നിന്ന്, പെണ്ണിൽ നിന്ന് ലൈംഗിക സംതൃപ്തി കണ്ടെത്തുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. സ്വർഗ വിവാഹങ്ങളൊക്കെ നിയമവിധേയമാക്കിയിട്ടുണ്ട് 135ഓളം രാജ്യങ്ങൾ. നമ്മുടെ ഇന്ത്യയില് അവർക്കെല്ലാ സംരക്ഷണവും സുരക്ഷിതത്വം ഉണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അവർക്ക് ഒരുമിച്ച് ജീവിക്കാം, അവർക്ക് വിവാഹം കഴിക്കാം, ഒന്നും കുഴപ്പമൊന്നുമില്ല. ആരും അവരെ തടയില്ല. കോടതിയിലും അതുപോലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒക്കെ അവർക്കെല്ലാ സംരക്ഷണവും നമ്മുടെ ഇന്ത്യയിലുണ്ട്. അങ്ങനത്തെ ഒരു കാലഘട്ടം, ഒരുമിച്ച് ജീവിക്കുക, അതിലൂടെ അവർ ലൈംഗിക സംതൃപ്തി കണ്ടെത്തുന്ന ഒരു കാലഘട്ടം അത് വരാനുണ്ട് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി. എല്ലാം നമ്മുടെ മുന്നിൽ പകൽ വെളിച്ചം പോലെ തെളിഞ്ഞു കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ്. 1500 വർഷങ്ങൾക്ക് മുമ്പ്
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 21-ാം നൂറ്റാണ്ടിലേക്ക് നോക്കിക്കൊണ്ട് ഈ 21-ാം നൂറ്റാണ്ടിലെ സംഭവ വികാസങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് പ്രവചിച്ചു തന്നിട്ടുണ്ട്. ഇന്നതൊക്കെ നടക്കും. നമ്മൾ അതെല്ലാം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവചനങ്ങൾ പലതും ഫലിച്ചിട്ടുണ്ട്, അതെല്ലാം യാഥാർത്ഥ്യമായിട്ടുണ്ട്, പുലർന്നിട്ടുണ്ട്. പലതും പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പുലരാനുള്ള പല പ്രവചനങ്ങളുണ്ട്. റസൂലിന്റെ പ്രവചനങ്ങളിൽ ഇനിയും പുലരാനുള്ളത്. ആ പുലരാനുള്ള പ്രവചനങ്ങളിൽ മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ ആവേശം പകരുന്ന ഒരു പ്രവചനം ജൂതന്മാരെ പറ്റിയാണ്. മുസ്ലിമീങ്ങൾ ജൂതന്മാരെ നാമാവശേഷമാക്കുന്ന ഒരു കാലം വരാനുണ്ട്. മുസ്ലിമീങ്ങൾ ജൂതന്മാരെ നാമാവശേഷമാക്കുന്ന ഒരു കാലഘട്ടം. ഖത്ലുൽ മുസ്ലിമി ഇബാദ, മുസ്ലിമിനെ കൊല്ലൽ അത് ഇബാദത്താണ്, പുണ്യമാണ് എന്ന് വിശ്വസിക്കുന്ന വിഭാഗമാണ് ഒറിജിനൽ ജൂതന്മാർ. ഒരു മുസ്ലിമിനെ കൊല്ലാന്ന് പറഞ്ഞ ഇബാദത്താണ്. അവരുടെ നേതാക്കന്മാര് മാത്രല്ല, ഇസ്രയേലിൽ ഭരണ നേതൃത്വം വഹിക്കുന്ന ആളുകൾ മാത്രല്ല, സാധാരണക്കാരുടെ ഒറിജിനൽ ജൂതന്റെ വിശ്വാസം അതാണ്. ഒരു മുസ്ലിമിനെ കൊല്ലാന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ്, അവരുടെ ഏറ്റവും വലിയ പുണ്യമായിട്ടാണ് അവരതിനെ മനസ്സിലാക്കുന്നത്. ഫലസ്തീനികളെ 1 വർഷത്തോളമായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. 1 വർഷത്തോളമായി ആ നാടില്ലാതായി. 10,000-കണക്കിന് ആളുകളാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. തുടക്കത്തിലൊക്കെ മിസൈൽ അക്രമത്തിൽ 500 പേര് മരിച്ചു അല്ലെങ്കിൽ 100 പേര് മരിച്ചു എന്ന് കേൾക്കുമ്പോ ഇത്രയും പേര് മരിച്ചല്ലോ എന്നോർത്തായിരുന്നു നമുക്ക് അത്ഭുതം. ഇപ്പൊ ഗസയിൽ 20 പേര് മരിച്ചു എന്ന് കേൾക്കുമ്പോ നമുക്ക് അത്ഭുതം, ഇനി അവിടെ മരിക്കാൻ ആളുണ്ടോ എന്ന്. ഇപ്പൊ നമ്മുടെ അത്ഭുതം അതാണ്. ഇനി അവിടെ മരിക്കാൻ ഫലസ്തീനിൽ അല്ലെങ്കിൽ ഗസയിൽ ഇനിയും ആളുകളുണ്ടോ എന്നാണ് നമ്മുടെ ഇപ്പത്തെ അത്ഭുതം അതാണ്. അതിനു മാത്രം ആളുകളെ അവിടെ കൊന്നു കുഴിച്ചു മൂടിക്കഴിഞ്ഞു. അതിശക്തമായ ഭീകരമായ അക്രമമാണ്. ലബനിലേക്കും അത് വ്യാപിപ്പിച്ചേക്കാണ്. മുസ്ലിമീങ്ങളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇബാദത്തായി കണക്ക് കൂട്ടുന്ന, അതവരുടെ മതത്തിന്റെ വിശ്വാസമായി ആചരിക്കുന്ന ആളുകളാണ് ജൂതന്മാരെന്നുള്ളത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. യുഖാത്തിലുൽ മുസ്ലിമൂനൽ യഹൂദ്, ജൂതന്മാരോട് മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യുന്ന ഒരു കാലഘട്ടം വരും. ഫയുൻസറൂന അലൈഹിം, അങ്ങനെ മുസ്ലിമീങ്ങൾ വിജയിക്കും, മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടാകും. അങ്ങനത്തെ ഒരു കാലഘട്ടം വരാനുണ്ട്. മരങ്ങളും പാറക്കല്ലുകളും വിളിച്ചു പറയും, യാ മുസ്ലിം, അല്ലയോ മുസ്ലിമേ, ഹാദാ യഹൂദിയുൻ വറാഇ, എന്റെ പിന്നിൽ ഒരു ജൂതനായ മനുഷ്യൻ ഒളിച്ചിരിപ്പുണ്ട്. തആൽ, നീ ഓടിവാ, ഫഖ്തുൽഹു, എന്നിട്ട് ഈ മനുഷ്യനെ നീ കൊല്ല്. നീ ഓടിവാ, ഫഖ്തുൽഹു, ഈ ജൂതനെ നീ കൊല്ല് എന്ന് കല്ലുകളും മരങ്ങളും വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. ബഹുമാനപ്പെട്ട ബുഖാരി, മുസ്ലിം റഹ്മഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസാണ്, കെട്ടുകഥയൊന്നുമല്ല. കല്ലുകളും മരങ്ങളും വിളിച്ചു പറയും, വാ, എന്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിപ്പുണ്ട്, നിങ്ങൾ വന്നിട്ട് കൊല്ല്. ആ നിലക്ക് ജൂതന്മാരെ മുസ്ലിമീങ്ങൾ കൊന്നുകളയുന്ന, അവരെ ഒന്നുമല്ലാതാക്കുന്ന, നശിപ്പിക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ് ആ പ്രവചനം. അങ്ങനെ സംഭവിക്കുമെന്നൊരു കല്ലും മരമൊക്കെ അങ്ങനെ വിളിച്ചു പറയും. ജൂതന്മാർക്ക് ആ പ്രവചനത്തിൽ ഒരു സംശയമില്ല, അതങ്ങനെ പുലരും എന്ന കാര്യത്തിൽ അവർക്ക് സംശയമില്ല. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആർക്കെങ്കിലും സംശയം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ജൂതന്മാർക്ക് സംശയമില്ല.
ഇസ്രയേലിന്റെ പല ഭാഗങ്ങളിലും ഗർഖദ് എന്ന പേരുള്ള ഒരു വൃക്ഷം അവരിങ്ങനെ വച്ചുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏക്കർ കണക്കിന് ഗർഖദ് വൃക്ഷത്തിന്റെ പ്ലാന്റുകൾ അവരിങ്ങനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? എന്താണ്? ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇല്ലൽ ഗർഖദ്, എല്ലാ മരങ്ങളും വിളിച്ചു പറയും എന്റെ പിന്നിൽ ജൂതൻ ഇരിപ്പുണ്ട്. ജൂതന്മാർ ഒളിച്ചിരിക്കുന്ന എല്ലാ മരങ്ങളും വിളിച്ചു പറയും എന്റെ പിന്നിൽ ഒരു ജൂതൻ ഇരിപ്പുണ്ട്. എടാ മുസ്ലിമേ, ഓടിവാ ഫഖ്തുൽഹു, എന്നിട്ട് ഇവനെ കൊല്ല്. ഇല്ലൽ ഗർഖദ്, ഗർഖദ് എന്ന വൃക്ഷം ഒഴികെ, ഫഇന്നഹു മിൻ ശജരിൽ യഹൂദ്, ആ വൃക്ഷം ജൂതന്മാരുടെ ഒരു മതചിഹ്നമാകുന്ന വൃക്ഷമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ്. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അവസാന ഭാഗം അതാണ്, മിൻ ശജരിൽ യഹൂദ്. അത് ജൂതന്മാരുടെ വൃക്ഷാണ്, അവർക്ക് പ്രിയപ്പെട്ട വൃക്ഷാണ്, അവരുടെ മതത്തിന്റെ അടയാളമാകുന്ന വൃക്ഷാണ് ഗർഖദ്. ആ ഗർഖദ് എന്ന മരം മാത്രമേ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ജൂതനെ പറ്റി മുസ്ലിമിന് വിവരം കൊടുക്കാതിരിക്കുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി. അതുകൊണ്ട് ഇതിന്റെ ഏക്കർ കണക്കിന് സ്ഥലങ്ങളിലാണ് ഇതിന്റെ പ്ലാന്റ് അവർ വെച്ചുപിടിപ്പിക്കുന്നതെന്നാണ്. അത് വലിയൊരു, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസും ഈ പ്രവചനവും വലിയൊരു സമാധാനമാണ്, നമുക്ക് ആവേശം പകരുന്നതാണ്. ഇരിക്കട്ടെ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുലർന്നതും പുലർന്നുകൊണ്ടിരിക്കുന്നതും പുലരാനുള്ളതുമായ ഇത്തരം പ്രവചനങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതിനെപ്പറ്റി കേൾക്കുമ്പോൾ, അറിയുമ്പോൾ, റസൂലിനോടുള്ള ഈമാനും റസൂലിനോടുള്ള മഹബ്ബത്തും അതിലൂടെ വർദ്ധിക്കാൻ കാരണമാകണം. അഭിമാനത്തോടെ ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ആളാണ്, ഞാൻ ആ ദീനിന്റെ ആളാണ്, റസൂലിന്റെ ചര്യയും ജീവിതവും അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ 21-ാം നൂറ്റാണ്ടിലും എന്ന ആവേശത്തോടെ അഭിമാനത്തോടെ പറയാൻ നമുക്ക് കഴിയണം. ഇത്തരം പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന്റെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.